ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീടുന്നില്ല പോലത്തെ തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഇനി പറ്റുന്ന പോലെ ഇന്നത്തെ കുറച്ച് വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ. അപ്പോൾ പിന്നെ ഇത് ശരിക്കും നമ്മളെല്ലാ വർഷവും അഷ്ടമി എടുക്കലുണ്ട്. ഇന്ന് അല്ലേ? അങ്ങനല്ല, അത് നമ്മളിത് പോയി, അത് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എന്നറിയില്ല. അപ്പോൾ അത് പോയതാണ്. അപ്പോൾ ഇനി എടുക്കുമ്പോൾ അമ്പലത്തിൽ പോയി എടുക്കണം. വീട്ടിൽ നിന്ന് എടുത്താൽ എടുത്തുവിടാന്ന്, അങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, അങ്ങനെ എന്തോ പറയില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോയി എടുക്കണം എന്ന് പറയല്. അല്ല, എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല, കുറേ പേർക്ക് അത് അറിയില്ല പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അതുകൊണ്ട് നമുക്കെന്തോ എന്നാലും നമ്മൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയിൽ ഒരിക്കലും എടുക്കുന്ന ദിവസം, അഷ്ടമി എടുക്കുന്ന ദിവസം നമ്മൾ രാവിലെ എണീച്ച് നല്ല അന്നൊരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഞാൻ രാവിലെ കുളിക്കലുണ്ട് കേട്ടോ. കുളിച്ചിട്ടില്ല, കുളിക്കണം ഇനി. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എണീച്ച് ചായ കുടിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ കുളിക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചായ കുടിച്ചു, സത്യമായിട്ടും ഞാൻ ഇത് കുളിച്ചിട്ടാ ചായ കുടിക്കാതിരിക്കല്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വെറുതെ തന്നെ പറയുന്നൊന്നല്ല കേട്ടോ, അല്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കുളിക്കാൻ പോകണം. എന്തായാലും ഒരിക്കലും എടുക്കുന്നില്ലെങ്കിലും ഈ ഒരു ദിവസം കുളിച്ചിട്ട് തന്നെ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന പോലെ ഒരിക്കലില്ല, എന്നാലും അത് അന്ന് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ഇലയിൽ ചോറിക്കാനും അങ്ങനെയെല്ലാം അതൊരു പ്രത്യേക രസമാണ്. അതന്നെ, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പോയി കുളിക്കണം. അതെ, ശ്രദ്ധിച്ചു. അതാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കഴിക്കുകയും ചെയ്യും. പ്ലേറ്റിലാകുമ്പോൾ ഇപ്പോൾ ഞാനെല്ലാം പണ്ട് ചെറുതാകുമ്പോഴേ അങ്ങനെ എനിക്ക് പ്ലേറ്റിൽ കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് കഴിക്കും. പക്ഷെ ഇലയിലാകുമ്പോൾ 2 കൂട്ടോ 3 കൂട്ടോ എല്ലാം വെക്കും, വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കഴിയുന്നില്ല. പക്ഷെ ഇലയിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പോൾ അതും വേറൊരു രസം. നിലത്തിരുന്നിട്ട് കഴിക്കാൻ നല്ല വാങ്ങല്ലേ. അതെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ. ഇവള് പിന്നെ ഇപ്പോൾ കുളിക്കുന്നൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ കുളിക്കും, പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്ന പോലെ മൂട് പോലെ. അപ്പം ഇപ്പോഴത്തെ കോലം കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് ശരിക്കും വീട്ടിലെ കൂടുതൽ അറിയുന്നല്ലേ, നമുക്ക് എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ലേ വീട്ടിലുണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പോയിട്ട് കുളിച്ചിട്ട് വരാം. ഇപ്പം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയെങ്കിലും ഞാൻ കുറേ സമയം ഫോണിൽ റീൽസും കണ്ടിരുന്നിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയത്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് വന്നത്. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അമ്മ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങാക്കൊല അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരിക്കലില്ലെങ്കിലും ഇല്ല പോലെ തന്നെ അന്ന് ഉണ്ടാക്കുന്ന പോലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു ഒരിക്കൽ പോയത്. എന്നിട്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ ദിവസം ഒരിക്കലില്ലെങ്കിലും അത് അന്ന് ഇങ്ങനെ കഴിക്കുന്നത് ഒരു നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായി. അപ്പോൾ അമ്മ കറിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ചോറയ്ക്കാൻ നിലത്തിരുന്നില്ല കേട്ടോ. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ നിലത്തിരുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരിക്കലും വയ്ക്കുമ്പോൾ ശരിക്കും നമ്മൾ നിലത്തിരിക്കില്ല. ഇപ്പോൾ പിന്നെ ഒരിക്കലൊന്നും ഇല്ലല്ലോ, സാധാ വെറുതെ വെക്കുന്നല്ലേ. അതുകൊണ്ട് ഞാൻ സെല്ലം ഇരുന്നു. പുറത്ത് നല്ല മഴയാണ് ഗൈസ്, പേരി മഴ. ഞാൻ വാങ്ങില്ലാന്നോ? അത് അതെന്താ അങ്ങനെ എത്ര കൊടി വാങ്ങില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം ഇട്ടു കേട്ടോ, എല്ലാം ഇട്ടോ. പിന്നെ ചോറുണ്ട്, സാമ്പാറുണ്ട്, പയറുവറവുണ്ട്, പപ്പടമുണ്ട്, പിന്നെ എന്ത് ചെയ്യുമ്പേ കായ് വറവുണ്ട്, 2 വറവുണ്ട് കേട്ടോ. അച്ചാർ വേണ്ട. എല്ലാം ഇട്ടു കേട്ടോ. പിന്നെ ചോറ് വിളമ്പണം. ക്ലിയർ ഇല്ല കേട്ടോ, ഇവിടെ ഒട്ടും ക്ലിയർ ഇല്ല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ചോറെല്ലാം വിളമ്പി ഇനി നമുക്ക് കഴിക്കാമല്ലേ. ഇത് തന്നെ ഞാൻ പറഞ്ഞ ക്ലിയർ ഇല്ല. ഉണ്ടാ
അങ്ങനെ ഫുഡ് കഴിച്ചു. അതാ കണ്ട കുഴപ്പമില്ലല്ലോ. ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പായസം കുടിക്കാൻ പോവാണ് കേട്ടോ. പാൽപ്പായസമാണ് നമ്മുടെ ഫേവറേറ്റ്. മഴ ഇപ്പോഴും കുറഞ്ഞിട്ടാട്ടോ അല്ലേ മോണ്ടി? ചേച്ചി ഞാനൊന്നും ഉണ്ടാക്കി അവളും പായസം കുടിക്കുന്നുണ്ട് കേട്ടോ. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് പായസം. അമ്മ കൈ കൊള്ളുന്നു. കുടിക്കുമ്പോ കൊള്ളുന്നില്ല, പക്ഷെ കൈ കൊള്ളുന്നു. അത് കയ്യിലെ തുമ്പോണ്ട് കുടിക്കും. വിരലിന്റെ അറ്റത്തോണ്ട്. നല്ല മഴ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഈ പായസം കുടിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചായ അടിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ചായ അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചായക്ക് ചായ അല്ല, ഹോർലിക്സ് ആണ്. അപ്പോൾ ഇത് തിന്നാൻ മിച്ചറും കാരകടിയാണ് കേട്ടോ. അപ്പോൾ കാരകടി എന്നാണ് നമ്മളെ നാട്ടിൽ ഇതിനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും അല്ല ഇതിനെ എന്താ പറയുന്നതെന്ന് അറിയില്ല. എല്ലാവരും നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചായ അടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഓക്കെ. ഇപ്പം സമയം 6 മണിയായിട്ട് വൈകുന്നേരം. പിന്നെ ഫുഡ് ടേസ്റ്റ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത, വെറുതെ കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുകളിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നു. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറേയൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇല്ലൂ. വീട്ടിൽ നിന്ന് ആയതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. വീട്ടിലെങ്ങനെയാണില്ല അതേപോലത്തെ കുറച്ച് ഇതായിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.